ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ ടു സെഡ് ആദി. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ വേറെ ആരെയും കാണാത്തത്. ഞാൻ നേരത്തെ റെഡി ആയിട്ടിരിക്കുക, അതുകൊണ്ട് ഞാനങ്ങ് ഇൻട്രൊഡക്ഷൻ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി എല്ലാവരും വന്നിട്ട് നമുക്ക് കാണാം. പോകാം, നമുക്ക് പോകാം, ടാറ്റ പോകാം. നിന്നെ കുത്തി വെക്കാൻ കൊണ്ടുപോടാ. വല്ലതും അറിയുന്നുണ്ടാ? ഉണ്ണേട്ടൻ ഫസ്റ്റ് കണ്ണന്റെ അടുത്ത് കയറാനാണ്. ഗ്ലാസ് തുറന്ന് കാണട്ടെ. ഇവിടെ ഇപ്പൊ കുട്ടി. ഹലോ. ഓ, എല്ലാടാ നോക്കുക. എന്റെ തല എവിടെ കുടുങ്ങി പോയാ? ടിപ്പുവിന്റെ ഇഞ്ചക്ഷൻ കുത്താൻ പോകുന്നത് വൈറലാവൂട്ടാ. ടിപ്പു ഇങ്ങോട്ട് നോക്കിക്കോ. സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് മറക്കലിട്ടാ. ടിപ്പു അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? എല്ലായിടം നോക്കുക. ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ താരത്തിൻ്റെ എൻട്രി ആണ് കേട്ടാ. ദേ വരണം. കുത്തുകൊള്ളാൻ പോകുവാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഇവൻ? ഇതാണ് ഗവൺമെൻറ് മൃഗാശുപത്രി. നന്നായിട്ടല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ആകമൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. കണ്ണനെ വലിച്ചുകൊണ്ട് ഓടുവാൻ തോന്നവൻ. അവനെന്താ അവിടെ കാണിക്കണത്? അവന് മനസ്സിലായെന്ന് തോന്നുന്നു. ആളിവിടെ ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കി എല്ലാ ആൾക്കും അറിയണം എന്തൊക്കെയാണെന്നുള്ളത്. കുത്തുകൊള്ളൻ്റെ അവിടെ ഒരാൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കണ്ണെന്നല്ല, നമ്മുടെ ടിപ്പു. പിന്നെ ഞങ്ങൾ പാലക്കാട് മൃഗാശുപത്രിയിലാണ് വന്നേക്കുന്നത്. അപ്പം അച്ഛനാണെങ്കിൽ അവിടെ അവൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ അവിടെ അറ്റൻഡർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ കൊടുത്തിട്ട് ഡോക്ടർ വന്നിട്ടുണ്ടോന്ന് അറിയില്ല. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. അവന് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ, കുത്തിയൊക്കെ കൊണ്ടുതന്നെയാണെന്ന്. ഇത് ഇവിടെ ഈ കമ്പി പോലെ വെച്ചേക്കുന്നില്ലേ, ഇതില് അതിനെ കെട്ടിയിട്ടിട്ട് അതിൻ്റെ കാലിലെങ്ങാണ്ടാണ് കുത്തുന്നതെന്നാണ് കണ്ണൻ പറഞ്ഞത്. കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെയായിരുന്നു. കുത്താൻ പോകുന്ന നിമിഷം താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ടിപ്പു കുട്ടി? അയ്യോ, അകത്തേക്കാണോ കൊണ്ടുപോകുന്നത്? നമുക്കവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അയ്യോ, ഇനിയുണ്ടോ? കഴിഞ്ഞില്ലേ? രണ്ടുപേരൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ. എന്തിനാ ഇഞ്ചക്ഷൻ? എനിക്ക് പേടിയാ. അതങ്ങോട്ട് കയ്യിലേക്ക് ഒഴിച്ചോളൂ, ഞാനിങ്ങനെ കുടിച്ചോളാം. ഇത്ര ഉണ്ടായിരുന്നല്ലോ. എന്റെ കാലിമേ ഒന്നും ചെയ്യുന്നില്ല ഡോക്ടർ. നിന്റെ കാലിന് ഫീലിങ്സ് ഒന്നുമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ കരയുന്നത്? ഇതിപ്പോ പുതിയതായിട്ട് കൊണ്ടുവന്നതാ ഇത്. ഇതാവുമ്പോ സേഫാണ്. കുത്തു കൊണ്ടിട്ട് ഇത്ര ഹാപ്പി ആയിട്ട് ഓടുന്ന ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇവിടെ ഒന്നും കൊണ്ടത്? ചില നായ്ക്കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പൊ എന്തൊക്കെ ബഹളങ്ങൾ ഉണ്ടാക്കണമെന്നറിയോ? കണ്ട, ഞങ്ങളുടെ ടിപ്പു കണ്ട ഭയങ്കര ധീരനാണ്. ഓരോനൊക്കെ സൂചി കുത്തിട്ട് പോലും അവൻ അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഒരു ഫീലിംഗും ഇല്ല. എന്തത്? ആൾക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ധൃതിയാണ് ആള് കാണിക്കുന്നത്. അടങ്ങി നിൽക്കണില്ല ആള്. വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതാ. കുത്തു കൊണ്ടതിന് ശേഷം താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ടിപ്പുകുട്ടി? ഞാൻ ഇങ്ങനെ കാണുന്നു. ആൾക്ക് വേദന ഉണ്ടെന്ന് തോന്നിട്ട്, പക്ഷെ ആള് പുറത്ത് കാണിക്കില്ല വേദന ഉണ്ടെങ്കിലും. താനൊരു ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. എന്താടാ കാണിക്കണേ?
കിടന്നു വയ്യാണ്ടായി. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ വിശ്രമിക്കാണ്. ഇപ്പൊ നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് ആളിന്ന് ഫുള്ള് ഇങ്ങനെ തന്നെ ആയിരിക്കും, സാഡായിരിക്കും ആള്. അപ്പോൾ ആളിവിടെ വിശ്രമിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.